ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 14 വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എപ്പിസോഡ് ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് മുൻപ് ലാലേട്ടൻ പരിഗണിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ പല കമൻറ്റ് ബോക്സിലും പല ആളുകളും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതായി അവർ വിചാരിച്ചിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കിട്ടാത്ത തരത്തിലേക്കുള്ളൊരു ഹിൻഡ് ഫോൺ കോൾ വഴി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോൺ കോൾ ഞങ്ങളെ കേൾപ്പിക്കണം. അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എന്നാൽ ഫോൺ കോൾ കേൾപ്പിക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അത് അച്ഛൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്നാലും എന്തെങ്കിലും കോഡ് ഭാഷ ഉപയോഗിച്ചോ ബിഗ് ബോസേ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാവുക സ്വാഭാവികം. എന്നാലും ബിഗ് ബോസ് പറഞ്ഞു, എന്നെ നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ അതൊക്കെ വളരെയധികം ചെക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഫോൺ കോൺവെർസേഷൻ അനുവദിച്ചത്. നമുക്കത് വിശ്വസിക്കാം, ബിഗ് ബോസ് പറഞ്ഞതല്ലേ. അച്ഛൻ്റെ സർജറി മാറ്റി വെച്ചിട്ടുണ്ട്, അതും ബിഗ് ബോസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഏതോ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു, അച്ഛൻ അതിലെ പയറുമണി പോലെ നടപ്പുണ്ട്, ബിഗ് ബോസ് കള്ളാണ് പറഞ്ഞത്, ജാസ്മിൻ കള്ളാണ് പറഞ്ഞത്. അതേപോലെ അച്ഛൻ്റെ സർജറിയുടെ കാര്യം കേട്ട സമയത്ത് ജാസ്മിൻ മേക്കപ്പ് ഇട്ടു. ജാസ്മിൻ അച്ഛൻ്റെ സർജറിയുടെ കാര്യം കേട്ട സമയത്ത് വിഷമം കാണിച്ചില്ല. ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിലാണ് കൂടുതൽ ടെൻസ്ഡ് ആയത്. എന്നീ ഊഹാപോഹങ്ങളൊക്കെ ആളുകൾ പടച്ചു പിടിക്കുകയുണ്ടായി. അപ്പോൾ അതെല്ലാം മറ്റേ ജാസ്മിനെതിരെ ഓൾറെഡി ഉള്ളൊരു ഹെയ്റ്റിന് ഫ്യൂൽ ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ സൈബർ അറ്റാക്കൊക്കെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ഗബ്രി അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ കയ്യിൽ പിടിക്കുന്നു, കയ്യിൽ കടിക്കണോ, ഉമ്മ വയ്ക്കുന്നുണ്ടോ എന്ന് ചില ആളുകൾക്ക് സംശയം, കോർണറിലിരിക്കുന്നു, ആ ഒരു കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ പിടിക്കുക, കയ്യിൽ കടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതാണോ? ഞങ്ങളത് ബാധിക്കില്ലേ? ഞങ്ങളൊരു വലിയ കൂട്ടം ആളുകൾ സിംഗിൾസ് അല്ലേ? ഇനി സിംഗിൾസ് അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികളില്ലേ? അതേപോലെ ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമുദായ പ്രമാണികളല്ലേ? അങ്ങനെയുള്ളൊരു വലിയ കൂട്ടം ആളുകളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലാലേട്ടൻ ചോദിക്കണം. അതേപോലെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് റോക്കിയെ ഊക്കിയാ ചെറുതായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കിയെ കുറിച്ചിട്ട് കാണിക്കുന്ന വിഷ്വലുകൾ കണ്ട സമയത്ത് എനിക്ക് റോക്കി ഒരു കോമഡി പീസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അതേപോലെ കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ ആർത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. റോക്കി എല്ലാമാർക്കും എന്നോടുള്ള പേടി പോയി, എന്താടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്ന ആ ഒരു ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ കുറേയധികം ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി. ആക്ച്വലി എനിക്കത് വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം അങ്ങനെ സിമ്പിളായിട്ട് ആരെങ്കിലും പ്രൊവോക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൊവോക്ഡ് ആവാനായിട്ടുള്ള ഒരു ശേഷിയുള്ളൂ എന്നുണ്ടെങ്കിൽ റോക്കി എന്ത് റോക്കിയാണ്? റോക്കി പറയുന്ന ഒരു റോക്കി ആവണമെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും പ്രൊവോക്ഡ് ആവരുത്. അതേപോലെ റോക്കി റസ്മിനുമായിട്ട് അടിയുണ്ടാക്കുന്ന സിറ്റുവേഷൻ, അതേപോലെ ഇവരെല്ലാം തിരിച്ചു പറയുന്ന രംഗങ്ങൾ, അതൊക്കെ കേൾക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ ചിരിക്കുകയാണ്. അത്രയധികം മാസ് ഡയലോഗുകളൊക്കെ അടിച്ചൊന്ന് കയറി വന്ന സമയത്താണ് റോക്കിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടത്. അതേപോലെ സിജോയോട് വഴക്കുണ്ടാക്കുന്നുണ്ടല്ലേ, നീ ക്രെഡിറ്റ് എടുത്തല്ലേടാ, ഞാൻ എൻ്റെ പോസ്റ്റിൽ കയറി നീ ഗോൾ അടിച്ചല്ലേടാ. ഈ ചെങ്ങായി ഭയങ്കര കിഡിഷാണ്. അങ്ങനെ റോക്കി ഊക്കിയ കുറച്ച് നിമിഷങ്ങൾ. ഇനി ബാക്കി എപ്പിസോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ജാസ്മിൻ ഗബ്രി അവരെ കുറിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ പറയുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിലവാരം ഉണ്ടല്ലോ, കണ്ടസ്റ്റൻസിൻ്റെ നിലവാരം, അത് ഭയങ്കര പരാജയമാണ് കേട്ടോ. നമുക്കൊരു എതിർപ്പുണ്ട്. ഇപ്പം ജാസ്മിൻ ഗബ്രി അവർ ചേർന്നിരിക്കുന്നു, നമ്മളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നു, അതിൽ നമുക്കൊരു എതിർപ്പുണ്ട്. അത് പ്രകടിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ ഒരു രീതി അറിയത്തില്ലാത്ത ബഹുഭൂരിപക്ഷ കണ്ടസ്റ്റൻസ്, കോമൺ സെൻസ് എന്നുള്ളൊരു സാധനമില്ല. ശരിക്കും അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെയോ റിലേഷൻഷിപ്പിനെയോ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുകയാണ്. അനുസരിപ്പിക്കുക എന്ത് ശുദ്ധ പരാജയമാണ്. ഒരു കാര്യം, നമ്മളുടെ ഒരു ഡിസഗ്രിമെന്റ് പക്വതയോടെ പറയാൻ പോലും അറിയില്ല. അപ്പോൾ സുരേഷ് ഏട്ടൻ റസ്മിനൊക്കെ പറഞ്ഞൊരു ഭാഷ കേട്ടില്ലേ, അവരുടെ ഒരു ഡിസഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അതൃപ്തിയുണ്ട്. ഇവരിങ്ങനെ മാറി നിൽക്കുന്നതിൽ ഒരു അതൃപ്തിയുണ്ട്. സുരേഷ് ഏട്ടനാണെങ്കിൽ ചില ഓക്വേർഡ് ഫീലൊക്കെ അടിക്കാറുണ്ട്. അവരിതെന്ത് പക്വതയോടെയാണ് പറഞ്ഞത്. അതേപോലെ അൻസിബ പറഞ്ഞ ആ ഒരു വിഡ്ഢിത്തരത്തിന് റസ്മിൻ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതാണ് പക്വതയുള്ള ഒരു അപ്രോച്ച്. അങ്ങനെയുള്ള എത്ര കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്? ആരുമില്ല. അർജുനൊക്കെ പറഞ്ഞു കേട്ടില്ല, അവർ റിസോർട്ടിൽ വന്ന് താമസിക്കുന്ന പോലെയാണ് താമസിക്കുന്നത്. ഓക്കെ, നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ട ഒരു പക്വത വേണ്ടേ? അതവിടെയുള്ള കണ്ടസ്റ്റൻസിനില്ല. സീസൺ 6 ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കണ്ടസ്റ്റൻസിൻ്റെ നിലവാരമില്ലായ്മയാണ്. ഈ ഒരു കണ്ടസ്റ്റൻസിനെ വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മറ്റേ എഡ്യൂക്കേറ്റ് എൻ്റർടൈൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമായിരിക്കും. ഇവരിങ്ങനെ തമ്മിത്തല്ലി മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഡീലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരത് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇവരെന്താ ചെയ്തത്? ഇവർക്ക് എന്തെങ്കിലും ഗെയിം ഉണ്ടായിരുന്നോ? ശരണ്യക്ക് എന്തെങ്കിലും ഗെയിം ഉണ്ടായിരുന്നോ? ശ്രീധുവിന് എന്തെങ്കിലും ഗെയിം ഉണ്ടായിരുന്നോ? അൻസിബയ്ക്ക് മറ്റേ പരദൂഷണം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഗെയിം ചേഞ്ചിങ് നടത്തിയതല്ലാതെ വേറെ എന്തെങ്കിലും ഗെയിം ഉണ്ടായിരുന്നോ? ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല. ഇവരുടെ ആകെയുള്ളൊരു ഗെയിം ആദ്യ ആഴ്ച രതീഷിൻ്റെ പുറകെ നടന്നു, ഈ ആഴ്ച ഇവരുടെ പുറകെ നടന്നു എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ജാസ്മിൻ ആൻഡ് ഗബ്രിക്ക് കൂടുതൽ പവർ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് ചെയ്തത്. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് നിലവാര തകർച്ചയിലേക്ക് പോവുകയും റോക്കി ഊക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേന് ഗബ്രി കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്.
ശരിക്കും അത് ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു ടീമായി. ഇപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ, അങ്ങനെ ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അതൊരു ഗെയിമല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് സുരേഷ് ഏട്ടൻ പറഞ്ഞു. അപ്പം നമ്മളും ആ രീതിയിലാണ് നോക്കുന്നത്. ഈ രണ്ടുപേരും ഒരു ടീമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകും? അത് അധികം കാലമൊന്നും പറ്റില്ല. പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേന് ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കണ്ടന്റ്. അങ്ങനെ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇന്നത്തെ ഒരു തീം പവർ ഫെയിലർ ആയിരുന്നു. പവർ ടീമിന്റെ ഫെയിലറിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ലാലേട്ടൻ വന്നത്. അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളോടും പവർ ടീം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. റോക്കി വീക്കെൻഡ് എപ്പിസോഡുകളിൽ സ്റ്റാർ ആകാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനോട് തന്നെ ആദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അവർക്ക് 10 തരത്തിലുള്ള ബുദ്ധിയുണ്ട്. അവർക്ക് കുശാഗ്ര ബുദ്ധിയുണ്ട്, കുരുട്ട് ബുദ്ധിയുണ്ട്, അതിബുദ്ധിയുണ്ട്, പെൺബുദ്ധിയുണ്ട്, പിൻബുദ്ധിയുണ്ട്, അങ്ങനെയൊക്കെ കുറേ അങ്ങോട്ട് അടിച്ചു വിട്ടു. അപ്പം അവർ ഒരു ഫെയിലറാണ് എന്നുള്ളതാണ് റോക്കിയുടെ പക്ഷം. അപ്സരയും ബാക്കിയുള്ള ആളുകളെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ഇവർക്ക് ഏകോപനമില്ല. ഈ കണ്ടസ്റ്റൻസ്, ഈ പവർ ഗ്രൂപ്പിലുള്ള കണ്ടസ്റ്റൻസ് തമ്മിൽ ചേർച്ചയില്ല. ഇവർ ഏതെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇവരിൽ ആരെങ്കിലും ഒക്കെ ഇറങ്ങി ഓടുകയും ചെയ്യും. അത് ജാൻമണിയെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞത്. ശ്രീരേഖയും അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ടീമാണ് പവർ ടീം. ഇവർക്ക് ഒട്ടും ഏകോപനമില്ല, ഇവർക്ക് ഒട്ടും ശ്രദ്ധയില്ല. അതേപോലെ തന്നെ ഇവർക്ക് ചില ആളുകളുടെ ഫേവറിസം ഉണ്ട്, ഇവരുടെ ഭാഗത്തുനിന്ന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ അൻസു പറഞ്ഞു. പിന്നെ ആകെ പോസിറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞത്, ഇവർ ലക്ഷറി ഫുഡൊക്കെ കിട്ടിയ സമയത്ത് അത് ഷെയർ ചെയ്തു. സുരേഷേട്ടനാണ് ഇത്തിരി പോസിറ്റിവിറ്റി ആ ഹൗസിൽ കൊടുക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹമാണത് പറഞ്ഞത്. എന്നാലും അദ്ദേഹം പറഞ്ഞു ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോജിപ്പില്ല. ശ്രീരേഖ അത് സമ്മതിക്കുന്നുണ്ട്, ജാസ്മിൻ അത് സമ്മതിക്കുന്നുണ്ട്, യമുന റാണി ഇത് സമ്മതിക്കുന്നുണ്ട്, ഗബ്രി അത് സമ്മതിക്കുന്നുണ്ട്. നിഷാന പറഞ്ഞു എനിക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത്. പവർ ടീമിന് അത്ര വലിയ വിമർശനങ്ങളായിട്ടൊന്നും തോന്നിയില്ല. അതൊന്നും അവർ അങ്ങനെയാണല്ലോ, അവരതൊക്കെ കേട്ട് ചിരിച്ച് നൈസായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ സിജോയോടാണ് സമരത്തെക്കുറിച്ചിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സിജോ പറഞ്ഞു അതെങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. റോക്കി അതിനുശേഷം പിണങ്ങി. കാരണം സമരത്തിൻ്റെ പ്ലാൻ ഇട്ടത് റോക്കിയാണ്, അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ല. ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേന് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് സിജോയ്ക്കെതിരെ റോക്കി ചൂടായിട്ട് പറയുന്നത്. എന്നാൽ സിജോ പറഞ്ഞൊരു കാര്യം ന്യായമാണ്. ലാലേട്ടൻ തന്നോട് ചോദിച്ചപ്പോൾ താൻ ആ ഒരു മറുപടി പറഞ്ഞു. അപ്പോൾ അവിടെ വീണ്ടും റോക്കി അങ്ങ് ചെറിയ രീതിയിൽ അങ്ങനെ ഡൗൺ ആവുകയാണ് കേട്ടോ. കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും റോക്കിയുടെ ഒരു സ്വഭാവം മനസ്സിലാവുന്നത് റോക്കിയുടെ ഗെയിമിനെ ബാധിക്കുന്ന സംഗതിയാണ്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹം ഭയങ്കര കിഡിഷ് ആയിട്ടുള്ള ഒരാളാണ്, അത് പുറത്തായി കഴിഞ്ഞാൽ ഗെയിം പാളാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിനുശേഷം ലാലേട്ടൻ പരിഗണിച്ചത് കഴിഞ്ഞ ആഴ്ചത്തെ അസഭ്യ വർഷം, പ്രകോപനം, ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ആദ്യം ചോദിച്ചത് മറ്റേ ഐസ്ക്രീം ഇഷ്യൂ ആണ്. ഗബ്രി ഐസ്ക്രീം എടുത്ത സമയത്ത് വൻ വിഷയം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഗബ്രിക്ക് നെഗറ്റീവായിട്ട് വരേണ്ട രീതിയിലായിരുന്നു അന്ന് വിഷ്വൽ കാണുന്ന സമയത്ത്. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വന്നപ്പോഴത്തേന് ആ ഒരു പ്രശ്നം അത്രയധികം ചൂടോടെ അവിടെ ഡെലിവർ ആയില്ല. അത് കേൾക്കുന്ന സമയത്ത് നമ്മളും വിചാരിക്കും എന്നാലും ചോദിച്ചിട്ടൊക്കെ എടുക്കാമായിരുന്നു, അയാൾ പറഞ്ഞതല്ലേ. അത് അപ്സരയ്ക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്സര ആണെങ്കിൽ ഇടയ്ക്കൊരു സോറിയും പറഞ്ഞു. എന്നാലും അവർ അതിനെ വൈകാരികമായിട്ടാണ് സമീപിച്ചത്. കഴിഞ്ഞ ആഴ്ച ഫുഡിന്റെ കാര്യത്തിൽ ഗബ്രിയും അങ്ങനെയുള്ള കണക്ക് പറയുന്നു. ഞാൻ അന്ന് റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഗബ്രിക്ക് ഇങ്ങനെ ഫുഡിന്റെ കേസിലൊക്കെ കണക്ക് പറയുന്ന ഒരു പ്രശ്നമാണുള്ളത്. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വന്നപ്പം ഗബ്രി അത് നൈസായിട്ട് ഡീൽ ചെയ്തു. അപ്പം നമുക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലായിരുന്നു അവിടെ. ഈ ഒരു സമയത്താണ് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം പൊങ്ങി വന്നത്. അപ്പോൾ റോക്കിയെ എഴുന്നേപ്പിച്ചു. റോക്കി കഴിഞ്ഞ ആഴ്ച ഒരു പ്രോപ്പർട്ടി ഇടിച്ച് പൊളിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രകോപനത്തിലായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അപ്പോൾ റോക്കി മറ്റേ കരുതി വെച്ചിരുന്ന ഡയലോഗ് എടുത്ത് അടിച്ചു. എൻ്റെ വീടിൻ്റെ പ്രമാണം ഞാൻ പണയം വെച്ചിട്ടുണ്ട്, ആത്മാഭിമാനം പണയം വെച്ചിട്ടില്ല. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു വിഷ്വലുകൾ കാണിക്കാമെന്ന് ലാലേട്ടൻ പറയുന്നു. ആ ഒരു വിഷ്വലുകൾ കാണിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. റോക്കി ഇത്ര ഉള്ളോ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് തോന്നുന്നത്. കാരണം വെറുതെ ചുമ്മാ ഇങ്ങനെ അവരുടെ ഫ്രണ്ടിൽ വന്നിട്ട് എന്തോ ഒരു ഷോയൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി ഇടിച്ച് പൊളിക്കുന്നു. ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഗെയിമിലുണ്ട്. ആ ഒരു ഗെയിമാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അവനിട്ടൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞത് ലാലേട്ടൻ എടുത്തു ചോദിക്കുമ്പോഴും ഗബ്രി കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ ഗെയിം മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു സിറ്റുവേഷനും ഗബ്രി മാനേജ് ചെയ്തു. അതിനുശേഷം മറ്റേ പ്രശ്നത്തിലേക്ക് വന്നു. ഗബ്രി ജാസ്മിൻ കോംബോ, അവരുടെ ഗെയിം, എല്ലാ ആൾക്കാരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യമുന റാണി പറയുന്നു അവർ ഒരുമിച്ചാണ് കളിക്കുന്നത്. അപ്സര പറയുന്നു ജാസ്മിനാണ് ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്നത്, ഗബ്രിയോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ജാസ്മിനാണ് ഡീൽ ചെയ്യുന്നത്. ശരണ്യ പറയുന്നു ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിക്കോട്ടെ, ഒരു മര്യാദയൊക്കെ വേണ്ടേ. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ മര്യാദയെക്കുറിച്ചിട്ട് ശരണ്യ പറഞ്ഞായിരുന്നല്ലോ. സുരേഷ് ഏട്ടൻ പറയുന്നു അവർ ഫ്രണ്ട്സൊക്കെയാണ്, അതൊരു ഗെയിമാണല്ലോ, എന്നാൽ സംടൈംസ് ഇറ്റ്സ് അനോയിങ് എന്ന് പുള്ളി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഒരു ഡിസഗ്രിമെൻറ്റ് പ്രകടിപ്പിക്കേണ്ട ഒരു രീതി. ഋഷി പറയുന്നത് പിന്നെ ഭയങ്കര റോങ് ആണ്. ഋഷി പറയുന്നു ഫസ്റ്റ് തൊട്ട് അവർ ഒറ്റയ്ക്കാണ്, അവൻ പണ്ട് നല്ലവനായിരുന്നു, അങ്ങനെ ഒരു ടോണിൽ.
ഇപ്പം അവൻ്റെ ഗെയിം ഡൗൺ ആയിപ്പോയി, അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയെ അങ്ങടേക്ക് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചു എന്നുള്ളൊരു ടോണാണ്. ശ്രീരേഖ പറഞ്ഞു പവർ ഗ്രൂപ്പ് സെലക്ഷനിലടക്കം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഗബ്രിയോട് ചോദിച്ചിരുന്നു ജാസ്മിൻ ആണോ എന്നുള്ളത്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഗബ്രി കുറേ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ വെച്ചിട്ടാണ് അവരെ കൺവിൻസ് ചെയ്തത്. അവർ പറഞ്ഞ പോയിന്റുകളൊക്കെ ആയിരുന്നു. സിജോയെ അവിടേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കൺവിൻസ്ഡ് ആയില്ല ശ്രീരേഖ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് അതിൻ്റെ റിയാലിറ്റി. സിജോ പറഞ്ഞ ഫ്രണ്ട്സ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, അവർ ആ വാഴകൾക്ക് എവിടെയാണ് ഇരിക്കുന്നത്. അതൊരു നല്ല സർക്കാസ് ആയിരുന്നു. ശ്രീത് പറഞ്ഞു അവരോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവർ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. റസ്മിൻ പറയുന്നു അവർ ആദ്യ ദിനം തന്നെ സംസാരിച്ച് അങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പം അത് ഗെയിമിലേക്ക് വരുന്നതിനകത്ത് റസ്മിൻ ചെറിയൊരു അതൃപ്തി മാത്രമേ പ്രകടിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ റസ്മിൻ അറിയാമല്ലോ അവരുടെ ടീമാണ്, അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റോക്കി പറയുന്നു അവർ ചതി, വഞ്ചന, കുത്തിത്തിരിപ്പ്, ചിരിച്ചുകൊണ്ട് ചതിക്കുക, സ്നേഹിച്ചുകൊണ്ട് ചതിക്കുക, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ റോക്കി പറയുന്നുണ്ട്. അവിടെയും വ്യക്തിനിക്ഷേപത്തിലേക്ക് പോയി. പക്വതയില്ല ഇവർക്കൊന്നും. അൻസിബ പറഞ്ഞത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, പബ്ലിക് ബിഹേവിയർ നമ്മൾ കൺട്രോൾ ചെയ്യണം, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, മാനേഴ്സ് വേണം. അതിനെക്കാട്ടിലും വലിയൊരു മൊയന്ത്. റസ്മിൻ അപ്പോൾ കയറി അൻസിബ പറഞ്ഞ കാര്യത്തെ തിരുത്തുന്നുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പബ്ലിക് പ്ലാറ്റ്ഫോം അങ്ങനെയുള്ളൊരു കാര്യത്തെ തിരുത്തുന്നുണ്ട്. ഈ റസ്മിൻ സുരേഷ് ഏട്ടനൊക്കെ ആണെങ്കിൽ ഇത്തിരി നിലവാരമുള്ള ആൾക്കാരാണ്, ബാക്കിയെല്ലാം മറ്റേ മോയെ ടീമുകളാണ്. അപ്പം അതിനുശേഷം അർജുൻ പറയുന്നു ഇവർ റിസോർട്ടിൽ താമസിക്കുന്ന പോലെയാണ് താമസിക്കുന്നത്, എന്തൊക്കെയാണോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ നിലവാരത്തിൽ പ്രത്യേകിച്ച് വലിയ തൃപ്തിയൊന്നുമില്ല കേട്ടോ. ഇത് കാണുന്ന ഭൂരിപക്ഷ പ്രേക്ഷകർക്ക് അത്ര പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇവരിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല, കണ്ടന്റ് ഒന്നും ഇല്ല, തമ്മിൽ തല്ലുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, അപരാധം പറഞ്ഞുണ്ടാക്കുക, ഇതല്ലാതെ ഇതിനകത്തൊരു സാധനമില്ല. ഇതിനിടയിൽ റോക്കിക്ക് ബിഗ് ബോസ് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്, കാരണം പ്രോപ്പർട്ടി ഇടിച്ച് പൊളിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ പണിഷ്മെന്റ് ആയിട്ട് റോക്കിയെ തള്ളിയിട്ടിട്ടുണ്ട്. പിന്നെ ജിൻഡോയ്ക്ക് ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു ബൂസ്റ്റ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ ജിൻഡോയുടെ നവരസങ്ങളെയൊക്കെ ഒന്ന് പ്രതിപാദിച്ചു. ജിൻഡോ പവറായിട്ട് കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ജിൻഡോ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ കേട്ടല്ലോ, അപ്പോൾ ഞാൻ ഗെയിം മാറ്റി പിടിച്ചില്ല കേട്ടോ, നമ്മളത് മാറ്റണമല്ലോ. ഞാൻ പറഞ്ഞ് ഭയങ്കര പവറായിട്ട് അളയും കയറി വന്നു, നൈസായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് ടോട്ടലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതിനുശേഷം എവിക്ഷൻ. നിഷാന പോകുമെന്നുള്ളത് നമുക്കറിയാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നിഷാന പോയി. ജാൻമണിക്ക് ആകെ വിഷമമായി. പിന്നെ നിഷാന പോയ സമയത്ത് ഞാൻ വിചാരിച്ചൊരു സംഗതിയുണ്ട്, ജിൻഡോ ആരുടെ കൂടെ ടീമപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അവരടുത്ത ദിവസം പോകും. കഴിഞ്ഞ ആഴ്ച പാവൻ ജിൻഡോ തലേ ദിവസം രതീഷിൻ്റെ കൂടെ ടീമായേക്കാന്ന് ഉറപ്പിച്ചതായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ മറ്റേ പവർ ടാസ്ക് വിജയിച്ചപ്പോഴത്തേന് നിഷാനയായിട്ട് ടീമാവാമെന്ന് ജിൻഡോ വിചാരിച്ചതായിരുന്നു. അപ്പോഴത്തേന് നിഷാനയും പോയി. അതൊരു വല്ലാത്ത കഷ്ടമാണ്. അയാൾ ഒറ്റയ്ക്കൊന്നും ഗെയിം കളിക്കേണ്ടി വരും. അടുത്ത ആഴ്ച അദ്ദേഹം ആരുടെ കൂടെയാണോ കൂടുന്നത് അവരും പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തു പോകാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് കൂടെ പിടിച്ചു നിർത്തുന്നത്. രതീഷ് പോയപ്പോഴുള്ള തരത്തിലേക്കുള്ള ഹൃദയവേദനയോ പൊട്ടിത്തകരലോ ഒന്നും ജിന്നോയ്ക്ക് ഇത്തവണ ഉണ്ടായിരുന്നില്ല. നല്ല പക്വതയോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എപ്പിസോഡ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.